എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നാം എവിടെയാണ് കഥ പറഞ്ഞു നിർത്തിയത്? രാവണൻ പുറത്താക്കിയതിനെ തുടർന്ന് 4 സഹായികളെയും കൂട്ടി വിഭീഷണൻ രാമസന്നിധിയിൽ എത്തിയെന്നും കാര്യങ്ങളെല്ലാം വിശദമായി കേട്ടപ്പോൾ വിഭീഷണനെ കൂടെ കൂട്ടാമെന്ന് മനസ്സിലായ രാമൻ വിഭീഷണനെ തൻ്റെ കൂടെ കൂട്ടി. രാവണനെ താൻ വൈകാതെ കൊല്ലുമെന്നും അതുകൊണ്ട് ലങ്കയിലെ രാജാവാകേണ്ടത് വിഭീഷണനാണെന്നും പറഞ്ഞ് ലക്ഷ്മണനെ കൊണ്ട് വിഭീഷണന്റെ പട്ടാഭിഷേകം നിർവഹിപ്പിച്ചു എന്നുമല്ലേ? ഇനി കഥ തുടരുന്നതിന് മുമ്പ് പതിവായി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആദ്യമായി ഈ കഥാപരമ്പരയുടെ 22ാം ഭാഗമാണ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള 21 ഭാഗങ്ങൾ തുടർച്ചയായി കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗം കാണുക. എങ്കിൽ മാത്രമേ കഥയുടെ പൂർണ്ണത നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. ഇനി കഥ തുടരാം. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മാനുഷ്യ പത്മേശ്വരി വിസ്വരൂപം പ്രണാമി തുഞ്ചത്തെഴുമാര്യപാദം. പ്രണാമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാമഭക്തനായ വിഭീഷണൻ എല്ലാവരോടും സൗമ്യനായി പെരുമാറിയതുകൊണ്ട് എല്ലാവരും വിഭീഷണനെ ഇഷ്ടപ്പെട്ടു. ലങ്കയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വിഭീഷണൻ അവരോട് പറഞ്ഞുകൊടുത്തു. ഇനി ഏറ്റവും പ്രധാനമായ കാര്യം സമുദ്രം കടക്കുക എന്നതാണല്ലോ. അതിനെന്തു വഴി? രാമൻ വിഭീഷണനോടും ലക്ഷ്മണനോടും പിന്നെ എല്ലാവരോടും ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി. എന്താണെന്നല്ലേ? സമുദ്രം കടക്കാൻ ഒരു വഴിയേ ഉള്ളൂ, വരുണ ഭഗവാനെ പ്രാർത്ഥിക്കുക. രാമൻ വരുണന് വേണ്ട പോലെ പൂജയൊക്കെ ചെയ്തതിനു ശേഷം അവിടെ കടൽ തീരത്ത് സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. ദിവസങ്ങൾ 1, 2, 3 എന്നിങ്ങനെ കടന്നുപോയി. 4ാം ദിവസമായിട്ടും വരുണദേവൻ പ്രസാദിക്കുന്നത് കണ്ടില്ല. രാമന്റെ ക്ഷമ നശിച്ചു. പിന്നെ എഴുന്നേറ്റ് കോപത്തോടെ ഇങ്ങനെ പറഞ്ഞു: അഷ്ടദിക്പാലകന്മാരെ, 33 ദേവന്മാരെ, കേട്ടുകൊള്ളൂ. ഞാൻ ഇത്രയൊക്കെ പൂജിച്ചിട്ടും പ്രസാദിക്കാത്ത വരുണനെ ഒരു പാഠം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മാസ്ത്രമയച്ച് ഈ സമുദ്രം ഞാൻ വറ്റിക്കാൻ പോകുന്നു. ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വരുണദേവൻ ഭയത്തോടെ ശ്രീരാമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു: എന്തു വേണം ശ്രീരാമ? എന്തു സഹായത്തിനും ഞാനുണ്ട്. രാമന്റെ കോപമടങ്ങി. സമുദ്രം കടക്കാനുള്ള ഒരു മാർഗം ഉപദേശിക്കാൻ രാമൻ വരുണനോട് പറഞ്ഞു. വരുണൻ പറഞ്ഞു: ശ്രീരാമ, നിങ്ങളുടെ വാനര സൈന്യത്തിൽ നളൻ എന്നു പേരായ ഒരുവനുണ്ട്. അയാൾ നല്ലൊരു പാലം പണിക്കാരനാണ്.
അദ്ദേഹത്തോട് ഈ സമുദ്രത്തിനു കുറുകെ പാലം കെട്ടാൻ പറയൂ, എല്ലാം ശരിയാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് വരുണദേവൻ അപ്രത്യക്ഷനായി. രാമൻ നളനെ പണിയേൽപ്പിച്ചു. വാനരന്മാർ കല്ലും മരവും കൊണ്ടുവരാൻ തുടങ്ങി. എത്ര കല്ലാണ് കൊണ്ടുവന്നതെന്നോ എത്ര മരമാണ് കൊണ്ടുവന്നതെന്നോ ഒരു കണക്കുമില്ല. കോടിക്കണക്കിനുള്ള വാനരർ അതിവേഗം പാറക്കല്ലുകളും മരത്തടികളും എടുത്ത് ഓടുകയാണ് സമുദ്രതീരത്തേക്ക്. അതേ വേഗതയിൽ നളൻ പാലം കെട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ നീളവും വീതിയും നമുക്കൊന്ന് നോക്കാം. ഈ പാലത്തിൻ്റെ നീളം 100 യോജന. 1 യോജന എന്നാൽ 12.3 കിലോമീറ്റർ. അപ്പോൾ 100 യോജന എന്നാൽ 1230 കിലോമീറ്റർ. ഇനി വീതി എത്രയെന്ന് നോക്കാം. 10 യോജന വീതി, അതായത് 123 കിലോമീറ്റർ. ഇത്രയും വീതിയും നീളവുമുള്ള പാലം പണിയാൻ വിശ്വകർമാവിൻ്റെ മകനായ നളൻ എടുത്തത് വെറും 5 ദിവസം മാത്രം. സേതുബന്ധനം അഥവാ പാലം പണിയുന്ന ഈ ഭാഗം അധ്യാത്മരാമായണത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം. പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതമായുട 2 യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോളവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത കൈവിട്ടു വാരാണസി പൊക്കു. ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാ. ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനെന്നോടു സായുജ്യം വരുമതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുതമദ്രി പാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന. തീർന്നിത് 20 യോജന പിറ്റേന്നാൾ. 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായതും ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളുമാതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ഠേന കരേറി രഘുത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും ആരോഗ്യ ചെന്നു സുബേലാചല മുകളേറിനാർ വാനരസേനയോടും ദ്രുതം. ഇനി അവർക്ക് ഈ പാലത്തിലൂടെ സുഖമായി നടന്നു ലങ്കയിലെത്താം. രാമനും ലക്ഷ്മണനും സുഗ്രീവാദി വാനര സൈന്യവും വിഭീഷണനും എല്ലാവരും സന്തോഷത്തോടെ പാലത്തിലൂടെ ലങ്കയിലേക്ക് നടന്നു. ബാക്കി കഥയുമായി നാളെ വീണ്ടും കാണാം. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം
സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിം മർദ്ദനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം.